ശ്രീജിത്തിന് ഡിജിപി റാങ്കിൽ സ്ഥാനക്കയറ്റം നൽകിയതിൽ കടുത്ത വിമർശനവുമായി ഹൈക്കോടതി. വിജിലൻസ് ക്ലിയറൻസ് ഇല്ലാതെ നൽകിയ സ്ഥാനക്കയറ്റം ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് ഹൈക്കോടതിയുടെ വിമർശനം. ആരോപണം നേരിടുന്നയാൾക്ക് സ്ഥാനക്കയറ്റം നൽകാൻ എന്താണ് തിടുക്കമെന്ന് സർക്കാരിനോട് ഹൈക്കോടതി ചോദിച്ചു. ബോഡി ബിൽഡർമാരുടെ നിയമവിരുദ്ധ നിയമനത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ വിമർശനം. ബോഡി ബിൽഡർമാരുടെ നിയമനത്തിൽ വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിന് അനുമതി നൽകണമെന്നാണ് സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ ഉറപ്പ്. ശ്രീജിത്തിന്റെ സ്ഥാനക്കയറ്റത്തിൽ സർക്കാർ ഈ മാസം 10 വിശദീകരണം നൽകണം. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 9 പ്രതികൾക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. അന്വേഷണം ഏകദേശം പൂർത്തിയായ സാഹചര്യത്തിൽ ജാമ്യം അനുവദിക്കുന്നുവെന്നാണ് കോടതി വ്യക്തമാക്കിയത്. പ്രതികൾ 67 ദിവസം കസ്റ്റഡിയിലുണ്ടായിട്ടും ആക്രമണത്തിന് ഉപയോഗിച്ച ആയുധം പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് കോടതി വിമർശിച്ചു. സെഷൻസ് കോടതി 2 തവണ പ്രതികളുടെ ജാമ്യഹർജി തള്ളിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് 9 പ്രതികൾ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചത്. വധശ്രമക്കുറ്റം നിലനിൽക്കില്ലെന്നും ഗുരുതരമായ പരിക്ക് ഉദ്യോഗസ്ഥർക്ക് പറ്റിയിട്ടില്ല എന്നുമാണ് മുതിർന്ന അഭിഭാഷകർ മുഖേന സമർപ്പിച്ച ഹർജിയിൽ പ്രതികൾ ഉന്നയിച്ചത്. അക്രമം ഗൗരവമാണെന്ന് നിരീക്ഷിച്ച കോടതി പ്രതികൾ 67 ദിവസമായി ജയിലിലാണെന്ന് വ്യക്തമാക്കി. അന്വേഷണം ഏകദേശം പൂർത്തിയായ ഘട്ടത്തിലാണ്. അതുകൊണ്ട് പ്രതികൾക്ക് ജാമ്യം നൽകാമെന്നാണ് കോടതി ഉത്തരവിട്ടത്. പ്രതികൾ കന്റോൺമെന്റ് എസിക്ക് മുമ്പാകെ ഹാജരാകണം. TS കിരൺ, ജീവൻ, അനിൽകുമാർ, ശ്രീജിത്ത്, നൌഷാദ്, സിദ്ധാർത്ഥ, റഫീഖ്, നന്ദുജി, രാഹുൽ എന്നിവർക്കാണ് ജാമ്യം ലഭിച്ചത്. പോലീസിനെതിരെയും കോടതി വിമർശനം ഉന്നയിച്ചു. അക്രമത്തിന് പ്രതികൾ ഉപയോഗിച്ച ആയുധം കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ലെന്നും പിന്നെ എന്തിനാണ് പ്രതികൾ കസ്റ്റഡിയിൽ തുടരുന്നതെന്നും കോടതി ചോദിച്ചു. മീഡിയ 1 കൊച്ചി.